നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്ന അതിനിർണായക നിമിഷങ്ങളുടെ സമ്മർദ്ദം അനുഭവിക്കുകയാണ് BJP. അധികാരം നേടുക എന്നത് രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യമായിരിക്കാം, പക്ഷെ അധികാരം നിലനിർത്തുക എന്നത് ഭരണത്തിന്റെ ഉത്തരവാദിത്വമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ ആ ഉത്തരവാദിത്വം എവിടെയോ BJPക്ക് നഷ്ടപ്പെട്ടുവെന്ന സംശയമാണ് ഉയർത്തുന്നത്. ചരിത്രത്തിൽ ആദ്യമായി തലസ്ഥാന നഗരത്തിന്റെ ഭരണം കൈവശപ്പെടുത്തിയ BJP വികസനത്തിന്റെ പുതിയ അധ്യായം തുറക്കുമെന്നായിരുന്നു പലരുടെയും പ്രതീക്ഷ. എന്നാൽ ഇന്ന് കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി ഉയരുന്ന വിവാദങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും കാണുമ്പോൾ ആ പ്രതീക്ഷകൾക്ക് മീതെ നിരാശയുടെ നിഴൽ വീണിരിക്കുകയാണ്. കവി ONV കുറിപ്പ് എഴുതിയതുപോലെ വഴിതെറ്റുന്ന കാലത്തിന്റെ കാൽപ്പാടുകൾ ആദ്യം കേൾക്കുന്നത് ജനങ്ങളാണ്. ഇന്ന് തിരുവനന്തപുരം കേൾക്കുന്നതും അത്തരമൊരു മുന്നറിയിപ്പിന്റെ ശബ്ദമാണ് എന്ന് തോന്നുന്നു. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയതിൽ കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം BJP കൗൺസിലർ ആർ സുഗതനും ഉൾപ്പെട്ടതോടെ 6 മാസം പ്രായമായ കോർപ്പറേഷനിലെ BJP ഭരണസമിതി കടുത്ത പ്രതിരോധത്തിലായി. സത്യപ്രതിജ്ഞ ചെയ്യാൻ 4 ആഴ്ച സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ഇതിനകം സത്യപ്രതിജ്ഞ ചെയ്യാനായില്ല എങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടും. കേവലം ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഭരണസമിതിയുടെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്നാണ് ആശങ്ക. ജയിലിലായതിനാൽ കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന ആശങ്കയ്ക്ക് പുറമെയാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് മേയർ VV രാജേഷിന്റെ വാദം. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ 1 ദിവസത്തെ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ആലോചന. അതേസമയം ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് CPM ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. കടുത്ത മത്സരം നടന്ന വാഴോട്ടുകോണം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയെ 58 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് സുഗതൻ കൗൺസിലറായത്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ അറസ്റ്റിന് കാരണമായ വധശ്രമ കേസെത്തി. വെള്ളൈക്കടവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഗാനമേളയ്ക്കിടെ പുതിയ പാട്ടുപാടാൻ ആവശ്യപ്പെട്ട് 2 പേർ വേദിക്കരികിലെത്തി ബഹളം വെച്ചു. അല്പം കഴിഞ്ഞ സ്ഥലത്തെത്തിയ സുഗതൻ പരിപാടി അലങ്കോലപ്പെടുത്തിയെന്നാരോപിച്ച് ആടുമാറി യുവാവിനെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. കേസെടുത്തതിന് പിന്നാലെ സുഗതൻ ആദ്യം സെഷൻസ് കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയതോടെ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് സുഗതൻ. ഇതിനിടെയാണ് സത്യപ്രതിജ്ഞ റദ്ദാക്കിയത്. ഭൂരിപക്ഷം എന്നത് ഭരണത്തിനുള്ള ഉപകരണം മാത്രമാണ്, അത് ജനാധിപത്യത്തിന്റെ മേൽക്കോയ്മയ്ക്കുള്ള ലൈസൻസ് അല്ല. എന്നാൽ കോർപ്പറേഷനിൽ കഴിഞ്ഞ മാസങ്ങളായി നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അധികാരത്തിന്റെ സംഖ്യാശാസ്ത്രത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുകളിലായി പ്രതിഷ്ഠിക്കുന്നതായാണ് വിമർശകർ വിലയിരുത്തുന്നത്. നഗരത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള കണക്കുകൂട്ടലുകൾക്കാണ് ഇവിടെ BJP മുൻഗണന നൽകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. ഇവിടെ ചോദ്യം BJPയുടെ രാഷ്ട്രീയ വിജയത്തെ കുറിച്ചല്ല, ആ വിജയത്തെ അവർ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചാണ്. ജനങ്ങൾ വോട്ട് ചെയ്തത് അധികാര പോരാട്ടങ്ങൾ കാണാനല്ല, നഗരം മുന്നോട്ട് പോകാനാണ്. പക്ഷേ അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന സംഘർഷങ്ങൾ നഗരഭരണത്തിന്റെ മുഖ്യ അജണ്ടയായി മാറുമ്പോൾ നഷ്ടമാകുന്നത് ഒരു പാർട്ടിയുടെ പ്രതിച്ഛായ മാത്രമല്ല, ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ്. തിരുവനന്തപുരം ഇന്ന് ചോദിക്കുന്ന ചോദ്യം ലളിതമാണ്. നഗരത്തെ ഭരിക്കുന്നത് ജനവിധിയാണോ അതോ രാഷ്ട്രീയ തന്ത്രങ്ങളാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകേണ്ടത് പ്രതിപക്ഷമല്ല, അധികാരത്തിലിരിക്കുന്ന BJP ആണ്.